ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി ഉണ്ണിയപ്പം കേട്ടോ ഉണ്ടാക്കാൻ പോണേ. ഗോതമ്പ് പൊടിയും കൊണ്ട് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു പാത്രത്തിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3 ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് പൊടിച്ചിട്ടിടണം, കാരണം വേഗത്തിലൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണേ. ഇപ്പോൾ ഇതാ വെള്ളം നല്ല തിളച്ച് വന്നിരിക്കുന്നത്. ഇനി അതിലേക്ക് ഈ പൊടിച്ച് വെച്ച ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് അത്യാവശ്യം ചെറുതാക്കി കൊത്തി അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് 1/4 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇതാ ശർക്കര ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്ര കട്ടി പാടില്ല. അപ്പോൾ അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു ലൂസ് പരിവാണ് വേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മൈദ ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പരുവത്തിലുള്ള ലൂസാണ് കേട്ടോ വേണ്ടത്. അധികം ടൈറ്റ് പാടില്ല, എന്നാലോ അധികം ലൂസും ആവാണ്ട് ഈ പരുവത്തിൽ. ഇനി ഒരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ അത് ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ആ സമയത്ത് 1/4 കപ്പ് തേങ്ങ കൊത്തി വെച്ചില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് അവിടെ നല്ല ചൂടായി ഇപ്പോൾ ഈ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് ചൂടാറിയതിന് ശേഷം മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 4 ഏലക്കയും 1/2 ടീസ്പൂൺ ചെറുജീരകം പൊടിച്ചതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കരിഞ്ജീരകം കൂടി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ബാറ്റർ ഇപ്പോൾ ഇവിടെ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാം. ഇനി നമ്മൾ ഉണ്ണിയപ്പം ചൂടാനുള്ള ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അത്യാവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചൂടായി വരുന്ന ടൈമിൽ നമ്മൾ ബാറ്റർ പാകത്തിന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ചട്ടി ഒന്ന് ചൂടാവുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കണം. പിന്നെ ബാറ്റർ ഒഴിക്കുന്ന ടൈമിൽ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ അതിവിടെ ചൂടായി നല്ല മാവ് പൊന്തി വരുന്നുണ്ട്. ആ ടൈമിൽ നമുക്ക് പൊന്തിയതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ അതെല്ലാം ഒന്ന് മറിച്ച് കൊടുത്തിരിക്കുന്നു. ഇനി ഒന്ന് ആ ഭാഗം ഒന്ന് കുറച്ച് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം എടുക്കാം. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ അടിപൊളിയായി വന്നിരിക്കുന്നു കേട്ടോ. ഗോതമ്പ് പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയതാണിത്. ഉള്ളൊക്കെ നല്ല വെന്ത് വന്നിരിക്കുന്നു. അതേപോലെ അത്യാവശ്യത്തിന് മുരിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഉണ്ണിയപ്പാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.